എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന്റെ 2 മക്കളിൽ ഇസ്ഹാക്ക് ഏറ്റവും അധികം സ്നേഹിച്ചത് ഏശാവിനെയും, റബേക്ക അധികം സ്നേഹിച്ചത് യാക്കോബിനെയും ആയിരുന്നു. ഒരു ദിവസം വയസ്സ് എന്ന കണ്ണു മങ്ങിയ ഇസ്ഹാക്ക് ഏശാവിനെ വിളിച്ചു പറഞ്ഞു, നീ പോയി വേട്ടയാടി ഇറച്ചി പാകം ചെയ്ത് കൊണ്ടുവരിക, ഞാനത് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാം. ഇത് അമ്മ കേട്ടു. ഉടൻ തന്നെ അമ്മ യാക്കോബിനെ വിളിച്ചു, ഒരാടിനെ കൊന്നു. അപ്പന് രുചിപ്രദമാകും വണ്ണം യാക്കോബിനെ വേഷം മാറ്റി അപ്പന്റെ അടുക്കൽ പറഞ്ഞയക്കുന്നു. ഇസ്ഹാക്കിന് കണ്ണു മങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ ഏതായിരുന്നാലും ഈ ഇറച്ചിയൊക്കെ ഭക്ഷിച്ച ശേഷം ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. നാം അബ്രഹാമിന്റെ ജീവിതവും ഇസ്ഹാക്കിന്റെ ജീവിതവും തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് പഠിക്കുമ്പോൾ 175 വയസ്സ് ആയിരുന്ന അബ്രഹാമിനും കണ്ണ് മങ്ങിയതായി നാം വായിക്കുന്നില്ല. എന്നാൽ 100 വയസ്സ് കഴിഞ്ഞ ഇസ്ഹാക്കിന്റെ കണ്ണ് മങ്ങി. എന്തുകൊണ്ടാണ് 100 വയസ്സ് കഴിഞ്ഞ ഇസ്ഹാക്കിന്റെ കണ്ണ് മങ്ങിയത്? തീർച്ചയായും ഇസ്ഹാക്കിന്റെ കണ്ണ് മങ്ങാതിരുന്നെങ്കിൽ യാക്കോബിനെ അനുഗ്രഹിക്കില്ലായിരുന്നു, ഏശാവിന് മാത്രമേ അനുഗ്രഹിക്കുകയുള്ളായിരുന്നു. എന്നാൽ ജനിക്കും മുമ്പേ യാക്കോബിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു, ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ഉണ്ടെങ്കിൽ ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെ നമുക്ക് വിധി എഴുതുവാൻ സാധ്യമല്ല. ഏതായിരുന്നാലും ഈ അനുഗ്രഹമൊക്കെ യാക്കോബ് വാങ്ങി. ഈ അനുഗ്രഹമൊക്കെ വാങ്ങിയ ശേഷം യാക്കോബിനോട് നിൽക്കാൻ കഴിഞ്ഞില്ല. ഏശാവ് തന്നെ കൊല്ലും എന്ന് യാക്കോബിന് ബോധ്യമായി, മാതാപിതാക്കൾക്കും ആ കാര്യം ബോധ്യമായി. പിന്നെ മാതാപിതാക്കന്മാരുടെ ശുപാർശ പ്രകാരം അറിവോടുകൂടി യാക്കോബിനെ ലാബാന്റെ ഭവനത്തിലേക്ക്, മെഥുവേലിന്റെ ഭവനത്തിലേക്ക് അയക്കുക. ഇങ്ങനെ പോകുമ്പോൾ ഒരു രാത്രി, ആദ്യത്തെ രാത്രിയിൽ യാക്കോബ് ഒരു കല്ല് തലണയായി വെച്ച് കിടന്ന് ഉറങ്ങി. യാക്കോബിന്റെ ജീവിതത്തിലെ ഇതൊരു പ്രത്യേക ചരിത്രം സൃഷ്ടിച്ച ഒരു ദിവസമാണ്. തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ മാതാപിതാക്കന്മാരെ വിട്ട് എങ്ങും പോയിട്ടില്ല. തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. തന്നെയല്ല, പരുപരുത്ത കല്ല് തലണിയായി വെച്ച് കിടന്ന് ഉറങ്ങുന്ന അനുഭവം ഇതാദ്യമാണ്. നമുക്കറിയാം, കോട്ടൺ തലണ വെച്ച് കിടന്നുറങ്ങിയാലും ഫോമിന്റെ തലണ വെച്ച് കിടന്ന് ഉറങ്ങിയാൽ പോലും ഉറക്കം വരാത്ത ആളുകളുള്ളപ്പോൾ കല്ല് തലണയായി വെച്ച് കിടന്നിയാൽ ഉറങ്ങിയാൽ ഉണ്ടാകുന്ന അനുഭവം ഓർത്തു നോക്കി. ഏതായിരുന്നാലും ഈ പരുപരുത്ത കല്ല് തലണയായി വെച്ച് കിടന്ന് ഉറങ്ങിയ യാക്കോബ് ഇനി മേലാൽ ഇങ്ങനെ ആർക്കും സംഭവിക്കല്ലേ, എനിക്ക് സംഭവിക്കല്ലേ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അത് എന്നേക്കും ഒരു പുതിയ പേര് വരുവാൻ കാരണമായി. അന്ന് രാത്രിയിൽ ദൈവം യാക്കോബുമായി ഇടപെട്ടു. ദൈവവും യാക്കോബും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. ദൈവം ചില വാഗ്ദത്തങ്ങൾ യാക്കോബിന് കൊടുക്കുന്നു, യാക്കോബ് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നു. ആ സ്ഥലത്തിന് അന്ന് വരെ ലൂസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ബഥേൽ എന്ന് അറിയപ്പെട്ടു.
നമുക്കറിയാം, ലോകത്തിൽ ക്രൈസ്തവർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ബഥേൽ ഉണ്ട്. ഭവനങ്ങൾക്ക് ബഥേലുണ്ട്, സ്ഥാപനങ്ങൾക്ക് ബഥേൽ എന്നുള്ള പേരുണ്ട്. എന്ന് വേണ്ട, എവിടെ ചെന്നാലും ബഥേൽ ഇല്ലാത്ത സ്ഥലം ഇല്ല. ഇതിന്റെ ഉത്ഭവം ഒരു പരുവരുത്ത കല്ല് തലണിയായി വെച്ച് കിടന്നുറങ്ങിയ ആ രാത്രിയാണെന്ന് നാം മറക്കരുത്. നമ്മുടെ ഏത് നിസ്സഹായ അവസ്ഥയിലും ഏത് പരുവരുത്ത അനുഭവങ്ങളെയും ദൈവ സാന്നിധ്യം കൊണ്ട് എന്നേക്കും നിലനിൽക്കുന്ന ചില പേര് വരുവാൻ കാരണമാക്കി തീർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും എന്ന് ഇന്ന് പകൽ നമുക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? നമുക്ക് ദൈവസ്ഥലിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സകല പരുവരുത്ത അനുഭവങ്ങളിൽ നിന്നും മാറ്റി ഒരു പുതിയ പേര് വരുവാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.